പിന്നെ എല്ലാവരും ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നില്ല കേട്ടോ. ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത കുറച്ച് ചില ട്രെയിനേഴ്സ് മാത്രമാണ് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ജിമ്മിൽ പോകുന്നതെങ്കിൽ, നിങ്ങൾ ആദ്യമേ ജിമ്മിൽ പോയി കുറേ കാർഡിയോ അല്ലെങ്കിൽ ഗ്രൗണ്ട് എക്സസൈസ് എന്ന് പറഞ്ഞ് ചാടുക ഓടുക അല്ല ചെയ്യേണ്ടത്. പകരം നിങ്ങൾ നിങ്ങളുടെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്തിട്ട് നിങ്ങളുടെ ബോണിനെയും ജോയിൻറ്റിനെയും പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം അത്യാവശ്യം നിങ്ങളുടെ മസിൽസും ജോയിൻസും ഒക്കെ സ്ട്രെങ്തൻ ആയതിനു ശേഷം നിങ്ങൾക്ക് ചാടാം, ഓടാം, കാർഡിയോ എത്ര വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ ആശയം പറയുകയാണ്, നിങ്ങൾ ജിമ്മിൽ വന്നതല്ലേ ഉള്ളൂ, ഒരു 2 ആഴ്ചത്തേക്ക് വെയിറ്റ് ഒന്നും എടുക്കണ്ട, അല്ലെങ്കിൽ മെഷീനിലൊന്നും തൊടണ്ട, പകരം നിങ്ങൾ കാർഡിയോ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഫ്ലോർ എക്സസൈസ് ചെയ്താൽ മതി, ചാടിയാൽ മതി, ഓടിയാൽ മതി എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കുക, ഞങ്ങൾ എന്തുകൊണ്ടാണ് വെയിറ്റ് ട്രെയിനിങ് ചെയ്താലുള്ള കുഴപ്പം എന്താണ് എന്ന് ചോദിക്കുക. ആക്ച്വലി ഞാനിത് കുറേ സ്ഥലത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ട്രെയിനേഴ്സ് പറയുന്നത്, നിങ്ങൾ വന്നാലേ ഉള്ളൂ, നിങ്ങൾ 2 ആഴ്ചത്തേക്ക് ഫ്ലോറിൽ കിടന്ന് ചാടിയാൽ മതി, ഓടിയാൽ മതി എന്ന്. അപ്പോൾ ഞാനൊരു ട്രെയിനറോട് ചോദിച്ചു, എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരു ട്രെയിനറോട് ചോദിച്ചു, എന്താ ഇങ്ങനെ നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്തത് അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ കണ്ടത് അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇവർ ചെയ്ത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവർ അതിനെ ഫോളോ ചെയ്ത് മറ്റുള്ളവർക്ക് ഇങ്ങനെ അവരെ ഇതുപോലെ ചെയ്യിപ്പിക്കുന്നത്. ഇതുവരെ ട്രെയിനിങ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ അയാളുടെ മസിൽസ് വീക്കായിരിക്കും, അയാളുടെ ബോണ് ജോയിൻസ് ഒക്കെ വീക്കായിരിക്കും. അതിനെക്കുറിച്ചൊന്നും ഇവർക്കൊരു അറിവില്ല. അതുകൊണ്ട് മാത്രമാണ് ഇവർ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ആദ്യം വെയിറ്റ് ഒന്നും എടുക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ മസിൽ സ്ട്രെങ്തൻ ചെയ്യേണ്ട, നിങ്ങൾ കാർഡിയോ ചെയ്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആശാൻ ഇതുപോലെ പറയുകയാണെങ്കിൽ നിങ്ങൾ അവരോട് പ്രോപ്പർ റീസൺ ചോദിക്കുക, എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ എന്ന് ചോദിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഫിറ്റ്നസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ അറിയാൻ എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കും.